ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. നമുക്കിന്ന് കോവയ്ക്കയും ഉരുളൻകിഴങ്ങും കൊണ്ടൊരു മസാലയൊക്കെ ഇട്ടിട്ടുള്ളൊരു നല്ലൊരു മെഴുക്ക് പുരട്ടി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് കോവയ്ക്കയും ഒരു ഉരുളൻകിഴങ്ങും ഒരു സവാളയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. കോവയ്ക്കയും ഉരുളൻകിഴങ്ങും നമ്മൾ നീളം ഷേപ്പിൽ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ കോവയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് എരിവിന് ആവശ്യമായ പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചത് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് 1-2 വട്ടം കൂടെ നമുക്ക് മൂടി തുറന്നതിന് ശേഷം ഒന്ന് മിക്സ് ആക്കി ഇട്ട് കൊടുക്കുക. അതിൻ്റെ എല്ലാ പിറവും വെന്ത് കിട്ടാൻ വേണ്ടിയാണ് ഇത് കണക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഉരുളൻകിഴങ്ങും കോവയ്ക്കയും വലിയ വേവില്ലാത്തതുകൊണ്ട് ആ എണ്ണയിൽ കിടന്ന് തന്നെ വെന്തോളും. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂൺ തൊട്ട് 1/2 സ്പൂണിനോളം നമ്മൾ ക്രഷ് ചെയ്ത മുളക് ഇട്ട് കൊടുക്കും. ഞാൻ 1/4 സ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. 2 പച്ചമുളകും കൂടെ അരിഞ്ഞ് ഇട്ടതുകൊണ്ട് എരിവൊക്കെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു 1/2 സ്പൂണോളം നമ്മൾ ക്രഷ് ചെയ്ത മുളക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാവുന്നതാണ്. നല്ലൊരു കോവയ്ക്കയും ഉരുളൻകിഴങ്ങും കൊണ്ടുള്ള ഒരു മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ.